ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? കൺവേർഷൻ ആണ് അല്ലെ. അമീൻസിന്റെ കൺവേർഷൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മുടെ ABCD ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഓർഡറിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാൻ പോവാണ്. നമുക്ക് മൈൻഡിലേക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മുടെ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരീൻ അതിന് വരുന്ന ABCD ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. ഈ ഓർഗാനിക്കിന്റെ ഒന്ന് ഓർഡറിലൊക്കെ ഒന്നും കൂടി ഓർത്തു വെക്കാം. ചാപ്റ്ററുകളിലുള്ള കാര്യങ്ങൾ ടൈപ്പ് വെക്കാം. ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരീനില് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുകയാണ് അപ്പോ ബുക്കൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ എഴുതാതിരിക്കരുത്. ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആണ് ആദ്യം നല്ല ക്ലാരിറ്റിയിലേക്ക് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് എടുക്കുക കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എക്സസൈസ് എടുക്കുക, വേഗം എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ABCD ക്വസ്റ്റ്യൻ ആണ്. 6.21 നല്ല ക്വസ്റ്റ്യൻ ആണ്. Primary alkyl halide C4H9Br react with അതിന് A എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന് A എന്നാണ് റെപ്രസെന്റേറ്റീവ്. A react with alcoholic AOH to give compound B. Stop. Compound B. Stop. Compound B is reacted with the HBr. Compound B is reacted with HBr to give C. Which is an isomer of A. Stop. When A is reacted with sodium, which is an isomer of A. Stop. When A is reacted with sodium metal, it gives compound D. Comma C8H18 compound D C8H18. അപ്പോൾ compound D കിട്ടിയതായിരുന്നു C8H18, which is different from the compound formed N-butyl bromide. Is reacted with sodium. Stop. Is the structural formula of A. And write the equation for all the reaction. ABCD questions ഞാൻ പഠിപ്പിച്ച സമയത്ത് നിങ്ങളുടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സാധാരണ രീതിയിൽ ABCD ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഏതെങ്കിലും ബുക്കുകൾ നോക്കും, നല്ല ഭംഗിയിലുള്ള ആൻസർ ഉണ്ടായ പോലെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. കാരണം പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് പ്ലാൻ പോലെ ഒന്ന് വരക്കണം കേട്ടോ. അത് കിട്ടാനല്ല, അവർ പറഞ്ഞതുപോലെ റൂട്ടിൽ നമ്മളൊന്ന് പ്ലാൻ ABCD ഇങ്ങനെ വരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ആണ്. കാരണം അല്ലെങ്കിൽ തെറ്റും. ആദ്യം നമ്മളൊരു
ഇത് കോമ്പൗണ്ട് ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് അതുപോലെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇത് തനിയെ അറിയാവുന്ന ആൾക്കാരൊന്നും ചെയ്തു 2 മിനിറ്റ് തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എറർ വന്നോട്ടെ കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് C4H9BR ആണ് കേട്ടോ. 9 റൂട്ട്സ് ആണ്. അതെ, ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ടാണ് ഒരു കുഴപ്പമില്ല. ഒരിക്കലും ഐഡിയ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആൽക്കഹോളിക് KOH വന്ന ബീറ്റ എലിമിനേഷൻ ആണ് വരിക. അക്വസ് KOH ആണെങ്കിൽ നിങ്ങൾ ചോദിക്കണതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് BR പോയിട്ട് ആൽക്കീൻ വരും, ഡബിൾ ബോണ്ട് വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യത്തെ ഇങ്ങനെ എഴുതി തയ്യാറാക്കണം ഒരു സംഭവം. ഇത് ബി കിട്ടാൻ എന്താ ചെയ്തത്? ആൽക്കഹോളിക് KOH ബീറ്റ എലിമിനേഷൻ ആണ്. ഇനി ബീന് എന്ത് ചെയ്യും എന്നാ പറഞ്ഞേ ക്വസ്റ്റ്യനിൽ ഒന്ന് വായിച്ച്. ബിയിലേക്ക് HBr ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സി കിട്ടും എന്ന് പറഞ്ഞോ? സി. പിന്നെന്തായിരുന്നു അവര് പറഞ്ഞേ? സീന റൂട്ട്സ് ചെയ്യും അല്ലേ? ഡി കിട്ടും. റൂട്ട്സ് തന്നെയല്ലേ? സിയിലേക്ക് ട്രൈ ചെയ്തിട്ട് തന്നെയല്ലേ? സി which is an alcoholic KOH give is reacted with the sodium metal, it give compound D. ഓ എ ആണ് അല്ലേ? എനെയാണ് കോമ്പൗണ്ട് ഡി ആയിട്ട് വരുന്നത്. ഇങ്ങനെ ആദ്യം ഒന്ന് എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ ഏത് ABCD ക്വസ്റ്റ്യൻ വന്നാലും റെസ്പെക്റ്റോടുകൂടി ഇങ്ങനെ ഒരു സാധനം അവരാ തന്നേക്കുന്നതെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പമാവും കേട്ടോ. ഓക്കെ, ശരിയായി അല്ലേ? ഗുഡ്. ആൽക്കീൻ വന്നു, HBr കൊടുക്കുമ്പോൾ BR വന്നു. എയും സിയും ഐസോമർ അല്ലേ? എയും സിയും ഐസോമർ ഉണ്ടോ? ഫ്രൂട്ട്സ് എന്നെയാണ് ട്രൈ ചെയ്തത്. ഡി വരക്കണം. അപ്പോൾ അപ്പം എങ്ങനെ ഇരിക്കും ആലോചിക്കും. ബിലാൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരാൾ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ വരച്ചു നോക്കുന്നുണ്ടോ വെച്ചായിട്ട്? തെറ്റിക്കോട്ടെ. ഇത് കണ്ടോ? ഇതുപോലെ ഞാൻ ഇത് നോക്കണമെന്നില്ല. ഇത് കണ്ടോ? ഇയാൾ ചെയ്യണ പോലെ നിങ്ങൾ ട്രൈ ആൻഡ് എറർ ചെയ്യാം കേട്ടോ. ഓർത്തോ, ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എക്സാമിനാണെങ്കിൽ പോലും സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് എഴുതിയൊക്കെ നോക്കുക, ഏകദേശം ഇത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ? ഓക്കെ, അല്ലേ? ബ്രോമോ ബ്യൂട്ടൈൻ ബി ചെയ്തു അല്ലേ? അങ്ങനെ ഇത് വരെ കിട്ടി. അപ്പൊ ഇത്രയും വരെ എയും ബിയും ഐസോമർ ആണ് കണ്ടോ? എയും ബിയും ഐസോമർ ആണ്, ഇതെല്ലാം കിട്ടി. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. അവർ എനെ റൂട്ട്സ് ചെയ്യുമ്പോൾ ഇത് താൻ റൂട്ട്സ് ചെയ്താൽ എന്ത് കിട്ടും? C8H18 ഡബിൾ കിട്ടും അല്ലേ? നേരെ ഇത് കിട്ടും. എന്നിട്ട് അത് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് വീട് നോക്കിയേ.
N-butane bromide ആവാൻ പാടില്ല. ഇതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, എയിന് ബോക്സ് ചെയ്യാനാവും. അതാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, എയിന് ഞാൻ ചെയ്യണ്ടേ. കണ്ടോ, അപ്പൊ എന്ത് പറ്റില്ല, ഇത് പറ്റൂല. ഇതുപോലെ അല്ലേ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരാന്ന് പറയാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വന്നു, BR ഇത് വന്നു അല്ലേ. ഇതും സെയിം ആണ്, അപ്പൊ പറ്റില്ല. കണ്ടോ, പറഞ്ഞത് വേറെ ഉണ്ട്. കേട്ടോ, ഓക്കെ അല്ലേ. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറയാം. ഇത് ബ്രോമോബ്യൂട്ടൈൻ ആണ് അല്ലേ. ഓക്കെ, ഇത് ബ്യൂട്ടീൻ ആവും ആൽക്കഹോളിക് KOH കൊടുക്കുമ്പോൾ. ആൽക്കഹോളിക് KOH എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്യൂട്ടീൻ. പിന്നെ HBr ആഡ് ചെയ്യുമ്പോൾ ബ്രോമിനോട് വന്നു. അപ്പൊ ഇതും എടുക്കുന്ന സമയത്ത് ഐസോമർ ആണ്, റൈറ്റ് ആണ് ആക്ച്വലി. കണ്ടോ, ഐസോമർ ആണ്. ഇനി ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു C8H18 കിട്ടും. പക്ഷെ അത് എന്താവാൻ പാടില്ല, ഈ ബ്രോമോബ്യൂട്ടൈൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. N-ബ്രോമോബ്യൂട്ടൈൻ ആവാൻ പാടില്ല. N-ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആവാൻ പാടില്ല. അത് ആദ്യത്തെ റൂളാണ്. അപ്പൊ അത് വരക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോ കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, വേഗം ചെയ്തോ, ട്രൈ ചെയ്തോ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ, ഇപ്പൊ അവര് അവിടെ പഠിച്ചിട്ട് ഒരു രീതിയിൽ ചെയ്തു. അതിങ്ങനെയാണ് C4H9Br. ഓക്കെ, അപ്പൊ അവര് ചെയ്തേക്കുന്ന വഴി പറയാം. അതിപ്പോ നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഓക്കെ, നോർമലി ഏറ്റവും കൂടുതൽ കുട്ടികൾ ആ രീതിയിൽ ചെയ്തിട്ടാണ് എറർ വരാറ് കേട്ടോ. ഓക്കെ, അപ്പോ അവര് ചെയ്ത് ഇങ്ങനെയാണ്. ഇങ്ങനെ എടുത്തു, BR ഇവിടെ കൊടുത്തു. ഓർത്ത് നോക്കാം. CH2 കോമൺ എറർ ആണത് വരുന്നത്. BR കൊടുത്തു. ദെൻ ആൽക്കഹോളിക് KOH പഠിച്ച ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവും. ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ ബീറ്റ എലിമിനേഷൻ ആണ്. എന്താ ബീറ്റ എലിമിനേഷൻ? ഈ BR ജോയിൻ ചെയ്യുന്ന കാർബൺ ആറ്റത്തിന്റെ പേര് ആൽഫ, തൊട്ടടുത്ത കാർബൺ ആറ്റം ബീറ്റ. ഇവിടെ നിന്ന് ഒരു H ഉം ഈ BR കൂടി പോകും. ആൽക്കഹോളിക് KOH ഇട്ട ബീറ്റ എലിമിനേഷൻ. ഇത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അക്വസ് KOH ആണെങ്കിൽ എന്ത് വരും, BR പോയി OH വരും. അപ്പൊ ആൽക്കഹോളിക് KOH ആണെങ്കിൽ എലിമിനേഷൻ, അക്വസ് ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അക്വസ് കേട്ടോ, ഓർത്ത് നോക്കാം. അക്വസ് വന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൽക്കഹോളിക് KOH വന്ന എന്താ, ബീറ്റ എലിമിനേഷൻ. അങ്ങനെ ബീറ്റ എലിമിനേഷൻ ചെയ്യുമ്പോൾ ഈ BR ഉം ഇവിടെ നിന്ന് H കൂടി പോയിട്ട് ഇത് വരും, CH3. ഇത് എഴുതണ്ട കേട്ടോ, ഇത് തെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവര് ചെയ്തേക്കുന്ന ഒരു കോമൺ എറർ, ഏറ്റവും കൂടുതൽ അതാണ് വരാറ് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ടൊന്ന് പറയുന്നതാണ്. ഇതാണ് ബീറ്റ എലിമിനേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഇവിടെ നിന്ന് ഒച്ചും ഈ BR ഉം കൂടി പോകും. അപ്പോ ഇത് B കിട്ടി. കണ്ടോ, ബിയിലേക്ക് HBr ആഡ് ചെയ്താ എന്ത് വരും? HBr ആഡ് ചെയ്താ CH3, CH2, CH. ഇവിടെ ഒരു BR വന്നു, ഇവിടെ CH3 വന്നു. ഓർത്ത് നോക്കാം. ദെൻ അവർ പറയാണ് ഇത് A ആണ്, ഇത് C ആണ്. എയും സിയും, ഇത് A, ഇത് B, ഇത് C. എയും സിയും ഐസോമർ ആണ്. ഐസോമർ ആണ്, കണ്ടോ, കറക്റ്റ് അല്ലേ? എയും സിയും ഐസോമർ ആണ്, അതും കറക്റ്റ് ആണ്. ഇനി ഇതിനെ റൂട്ട്സ് ചെയ്യും. ഇതിനെ റൂട്ട്സ് ചെയ്യുമ്പോൾ Na ആൻഡ് ഡ്രൈ ഈതർ, Na ആൻഡ് ഡ്രൈ ഈതർ. Na ആൻഡ് ഡ്രൈ ഈതർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ഡബിൾ ആകും. ഡബിൾ ആയി കഴിഞ്ഞാൽ എന്താ, എങ്ങനെ ഇരിക്കാതാ, ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ ഡബിൾ ആവും. ഇത് ആവരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാമെന്ന് വായിച്ച എല്ലാവരും ഒന്ന് എഴുതി വെച്ചേക്കണത്. C8H18 which is different from the compound formed N-butyl bromide is reacted with sodium. N-butyl bromide ആവാൻ പാടില്ല. ആര്? A. N-butyl bromide എന്ന് പറയുന്നത് കണ്ടോ, 1-bromobutane ആവാൻ പാടില്ല. അപ്പൊ ഇത്രയും ചെയ്തു വരുമ്പോൾ എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ഇത് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും അത് അവോയ്ഡ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത ആൾക്കാർക്ക് അത് ഓർമ്മ വരും, അതിന്റെ ട്രിക്കും ബാക്കി കാര്യങ്ങളും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ BR എടുത്ത് ചില കുട്ടികൾ ഇവിടെ ഇടും. ശരിയല്ലേ? ഇവിടെ ഇടാലോ നമുക്ക്. ബ്രോമിൻ ഐസോമർ ആണ് ആക്ച്വലി. എന്തായാലും ഇത് A എന്ന് പറയുന്ന ഐസോമർ ആണ്. അപ്പൊ BR ഇവിടെ ഇടും. ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യും. ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. ഇനി HBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ BR മിഡിൽ തന്നെ വീണ്ടും തിരിച്ചു വരും. ഇതുപോലെ തന്നെയാവും. അപ്പൊ എയും ബിയും എന്താണ്, എയും സിയും ഐസോമർ അല്ല, എന്നാ സെയിം കോമ്പൗണ്ടാണ്. അത് പറ്റൂല. പിന്നെന്താണ്, പിന്നെ ഒറ്റ വഴിയുള്ളതാണ് ഇവർ ചെയ്തത് അല്ലേ? ഓക്കെ, അതെന്താ ചെയ്യാ,
അപ്പൊ റിയൽ ആൻസറിലേക്ക് വരാം. അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഈ ക്വസ്റ്റിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ ഇനി റിയൽ ആൻസർ ഇതിന്റെ ഐസോമർ ഇങ്ങനെയാണ് വരക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരൊറ്റ രീതിയിലേ നിങ്ങൾക്ക് വരച്ചാൽ കിട്ടത്തുള്ളൂ. CH3 CH CH3 CH2 Br. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഈ Br എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്. ഈ Br ഇവിടെ തന്നെ കൊടുക്കണം. ഇനി ഇതിന് നിങ്ങൾ ബീറ്റ എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എങ്ങനെ ഇരിക്കും നോക്കിയേ. ഇവിടെ ഒരു CH3 ഉണ്ട്. Br ഇവിടെ നിന്ന് പോകും, ഇവിടെ നിന്ന് ഒരു H കൂടി കൊണ്ടുപോകും. അപ്പൊ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക. നെക്സ്റ്റ് ഇതിലേക്ക് ബീറ്റ HBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CH3 ദെൻ ഇവിടെ ഒരു CH3 ഇതാണ് ഇത്. അപ്പൊ ഇതാണ് A. ഇപ്പൊ റിയൽ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് A ആണ്, ഇത് B, ഇത് A, ഇത് B, ഇത് C. ഓർക്കുക. ഇനി എയിന് റൂട്ട്സ് ചെയ്താൽ എന്തായിരിക്കും ഡിയുടെ സ്ട്രക്ചറും വരക്കണം. റൂട്ട്സ് ആണ് എൻ ആൻഡ് റൈദർ. അങ്ങനെ വരക്കണ സമയത്ത് ഇത് എങ്ങനെയാണ് ഈ Br എവിടെ വരുന്നോ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഡബിൾ ആക്കണം. അപ്പൊ എങ്ങനെയിരിക്കും ഈ കോമ്പൗണ്ട്? CH3 വരക്കുന്ന മെത്തേഡ് നോക്കട്ടോ. CH3 CH2 ഇവിടെ ഒരു Br ഉണ്ടല്ലോ. ഓക്കെ, ഇതേ കോമ്പൗണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അതെ, CH2 C CH3 CH. ഇവിടെ നോക്കിയേ, ഇത് ഫോർമുല എത്രയായിരിക്കും? C8H എത്രയാ വന്നേക്കുന്നത്? 18. കറക്റ്റ് ആണോ നോക്കിയേ, ഉണ്ടോ? C8H18. അപ്പോ ഇത് ആണ് D. അപ്പൊ എയും കിട്ടി അല്ലെ? ABCD ഇതാണ് ഫുൾ ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തത്, ഇങ്ങനെ വരച്ചു, ഇതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എറർ വന്നാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കിട്ടില്ല, ഒരു പിടുത്തം കിട്ടില്ല നിങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ABCD ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചു വെക്കണം കേട്ടോ. ഓർത്തോ, അത് വരക്കണം കേട്ടോ. വരക്കണം എല്ലാവരും. ABCD എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റ് വരച്ചു വെക്കണം. എന്നിട്ടേ ഇങ്ങനെ ഫില്ല് ചെയ്യാവൂ കേട്ടോ. ഓർത്ത് വെക്കാം. എന്നാൽ ഈ കോമ്പൗണ്ടുകളുടെ പേരൊക്കെ എടുത്ത് എഴുതണം, എന്നാലേ മാർക്ക് തരുള്ളൂ. ഇതിന്റെ പേരെന്തായിരുന്നു? പേര് പറഞ്ഞോ. പേര് ലോങ് ചെയിൻ കണ്ടിന്യൂ. 1 ബ്രോമോ. തുടക്കം ബ്രോമോ പറയണ്ടേ, കാരണം എന്താ? ആൽഫബറ്റിക് റൂൾ. 1 ബ്രോമോ 2 മീഥൈൽ. സെക്കൻഡ് പൊസിഷനിലാണ് ഈ മീഥൈൽ. 2 മീഥൈൽ പ്രൊപ്പൈൻ. 3 കാർബൺ അല്ലേ കേട്ടോ. പ്രൊപ്പൈൻ ഏതാ? മാറിപ്പോയതാ, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ബിയുടെ പേരെന്തായിരുന്നു? 2 മീഥൈൽ പ്രൊപ്പീൻ കേട്ടോ. സിയുടെ പേരെന്താ? 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ദെൻ ഡി എന്തായിരുന്നു? 1 2 3 4 5 6 2,5 ഡൈമീഥൈൽ. എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഹെക്സൈൻ കേട്ടോ. ഓക്കെ, അങ്ങനെ പേരൊക്കെ വേഗം എടുത്തെഴുതാം, ക്ലിയർ ചെയ്യാം. സി 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ കേട്ടോ. 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ല. ടു 5 ഡൈമീഥൈൽ ഹെക്സൈൻ കേട്ടോ. ഹെക്സൈൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് ആൽക്കഹോൾ ഫിനോൾ ഈതർ ആ ചാപ്റ്ററിന്റെ ബാക്കിൽ ABCD ക്വസ്റ്റ്യൻ ഇല്ല, എക്സസൈസിൽ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. അതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏത് ചാപ്റ്ററാ? ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് കേട്ടോ. അപ്പോൾ 8.10 അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ അല്ലേ ആദ്യം ചെയ്തേക്കണം. ഇപ്പൊ നമ്മൾ ഫോൾഡർ ചെയ്യാണ് അല്ലെ. നമുക്ക് കൺവേർഷൻ ഒരു പേജിലേക്ക് ഇങ്ങനെ ഇത്രയും വരെ ചെയ്തേക്കുന്ന എല്ലാ ടെക്സ്റ്റ് കൺവേർഷനും കിട്ടണം, ABCD മാറ്റണം, അങ്ങനെ റിഫൈൻഡ് ആക്കണം കേട്ടോ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഇങ്ങനെ ഓർഡറിലാക്കി വെക്കണം. എന്തിനാ അങ്ങനെ ഓർഡറിലാക്കി വെക്കണേ? ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ നിങ്ങൾ പഠിക്കാവൂ. ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സിന്റെ എല്ലാനും എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലെയും മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഒരു സെറ്റ് ആണ് ഉണ്ടാക്കണേ. അങ്ങനെ ക്വസ്റ്റിന്റെ ടൈപ്പ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ദെൻ എഴുതി വെക്കും. 8.10 an organic compound with molecular formula C9H10O form 2,4 DNP derivative. An organic compound with the molecular formula C9H10O forms 2,4 DNP derivative, reduces Tollens reagent. And undergo Cannizzaro reaction. Full stop. On vigorous oxidation, it gives 1,2. On vigorous oxidation, it gives 1,2 benzene dicarboxylic acid. Full stop. Identify the compound. ടെക്സ്റ്റുകൾ 8.10 ആണ് ചെയ്തത്. C9H10O കേട്ടോ. C9H10O. C9H10O form 2,4 DNP derivative. DNP ആയിട്ട് എന്താണ് ഈ DNP ആയിട്ട് റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? ക്ലൂ ആണ് ഇതെല്ലാം, ഓരോ സ്റ്റെപ്പിലും ക്ലൂ ആണ്. DNP ആയിട്ട് റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. DNP ആയിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ, ആരാണ് DNP എന്ന് പറഞ്ഞു? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ അല്ലെ, ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പൊ അത് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കിയത്, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. രണ്ടാമത്തെ വേർഡ് ഒന്ന് വായിച്ച്. റെഡ്യൂസസ് ടോളറൻസ്. അപ്പൊ ഒരു കാര്യം കൺഫേം ആയി, ആൽഡിഹൈഡ് ആണ്. അതെന്തായി? ആൽഡിഹൈഡ് ആയി. ഓക്കെ, ബിലാലെ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, എന്തായിരുന്നു? കാനിസാരോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതില് ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ് ആക്ച്വലി അല്ലെ, 3 കാര്യങ്ങളാണ് ഇവര് പറഞ്ഞേക്കുന്നത്. ഒന്ന് കാനിസാരോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാനിസാരോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് KOH അല്ലെ, KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും.
ദെൻ അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് അല്ലേ AgNH3 ട്വൈസ്. ഓർത്ത് നോക്കാം AgNH3 ട്വൈസ് എന്ന് പറയുന്ന അമോണിക്കൽ സിൽവർ നൈട്രേറ്റില് ഇത് വരും. അതാണ് ടോളസ്റ്റ് റിയേജന്റ് അല്ലേ, ട്വൈസ് പ്ലസ് ഈ കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ഇതിൽ എന്താണ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇത് വെച്ചിട്ട് ഇത് വരക്കാൻ പറ്റണം. ഇതിൽ എന്തായാലും ബെൻസീൻ ഉണ്ട്. എന്തുകൊണ്ട് അതില് ബെൻസീൻ ഉണ്ടെന്ന് സാറ് പറഞ്ഞുതരും നമുക്ക്. എന്തായിരുന്നു സാറാ? അല്ലേ, ഓക്കെ. അതിൽ ലാസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ് സാറാ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് വേർഡിൽ അവർ പറഞ്ഞേക്കുന്നത് കണ്ടോ, ഓർത്ത് നോക്കുക എന്തായിരുന്നു ആ വേർഡ് കൂടി ശ്രദ്ധിച്ചേ. ഇറ്റ് ഗീവ്സ് 1,2 ബെൻസീൻ കാർബോക്സിലിക് ആസിഡ് വിഗറസ് ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിന് വിഗറസ് ഓക്സിഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരുന്നു 1,2 ബെൻസീൻ ഡൈകാർബോക്സിലിക് ആസിഡ്. കണ്ടോ അതെ, ഇത് കിട്ടും. വിഗറസ് ഓക്സിഡേഷൻ അല്ലേ, KMnO4 KOH ആൻഡ് H3O+. വിഗറസ് ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് A കണ്ടെത്തണം, ബാക്കിയുള്ള എല്ലാ റിയാക്ഷനും എഴുതണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം നിങ്ങൾ ആദ്യം വരച്ച് ഇങ്ങനെ കറക്റ്റ് ആക്കണം. ഇപ്പൊ DNP ഉണ്ട്, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അപ്പൊ എന്തായാലും ബെൻസീൻ റിംഗ് ഉണ്ട്. അങ്ങനെ ബെൻസീൻ റിംഗ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായാൽ ഇതാണ് കോമ്പൗണ്ട് A അല്ലേ. ഓക്കെ, ഈ കോമ്പൗണ്ട് A ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. A എങ്ങനെ ഫൈൻഡ് ചെയ്യും? ആദ്യം അതിൽ ബെൻസീൻ റിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ വിവേക്, എത്ര കാർബൺ ബെൻസീനിൽ ഉണ്ടാവും? ടോട്ടൽ എത്ര കാർബൺ ഉണ്ടാവും ഇതിനകത്ത്? 6 ഉണ്ട്. ബാക്കി എത്ര കാർബൺ ഇവിടെ ഉണ്ട്? 3 അല്ലേ. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകേണ്ടത്. ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. 2 ടെർമിനൽ പോയിന്റ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബെൻസാൽഡിഹൈഡ് വരച്ചു. എന്തുകൊണ്ടായിരിക്കും ബെൻസാൽഡിഹൈഡ് വരച്ചത് വിവേക്? എന്തുകൊണ്ടാ? ബെൻസാൽഡിഹൈഡ് കാനിസാരോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ബാക്കി എത്ര കാർബൺ ഉണ്ട് ജ്യോതിസേ? ഇനി എത്ര കാർബൺ ഉണ്ട്? 2 എണ്ണം. അത് ഇവിടെ വരച്ചാൽ മതി. 2 കാർബണിന് വിത്ത് ഹൈഡ്രജൻ പരക്കുമ്പോൾ എന്തായിരിക്കും? CH2 CH3. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കിയേ. C9H10O. ഓക്കെ, കിട്ടിയില്ലേ? ഗുഡ്. ഓർത്തോക്കെ ബിലാലിന് കിട്ടിയിട്ടുണ്ട് ഫുള്ള്. വെരി ഗുഡ്. ഓക്കെ, കണ്ടോ C9H10O ഉണ്ടോ? ശരിക്കും കിട്ടി അവിടെ. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇതാണ് കോമ്പൗണ്ട് അല്ലേ, C9H10O. ദെൻ എന്തുകൊണ്ട് ഈ കോമ്പൗണ്ട് ആയി? ഇതില് ആൽഡിഹൈഡ് ഉണ്ട് അല്ലേ, അപ്പോൾ DNP പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത് ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ കാനിസാരോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ ആൽഡിഹൈഡ് ആണെന്ന് കൺഫേം ആക്കാൻ ഇത് വന്നു. ഇനി ഇത് കാർബൺ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിൽ കറക്റ്റ് ആണോ എന്ന്. 9. ഹൈഡ്രജൻ ഒന്ന് ചെക്ക് ചെയ്തേ. ഹൈഡ്രജൻ ഒന്ന് ചെക്ക് ചെയ്തേ. കറക്റ്റ് ആണോ ഹൈഡ്രജൻ? കറക്റ്റ് ആണോ നോക്കിയേ. ഇവിടെ ഈ ജംഗ്ഷനിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ഹൈഡ്രജൻ മാറ്റിയിട്ടാണ് കാർബൺ കൊടുത്തത്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അറിയാലോ, ബെൻസീന്റെ എല്ലാ ജംഗ്ഷനിലും 1 2 3 4. ഈ 2 ജംഗ്ഷനിലും ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് കാർബൺ വന്നേക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 ഉണ്ടോ? പിന്നെ എന്താ 9 ഉണ്ടോ? ഓർത്ത് നോക്കാം 9 അല്ലേ, ഓർത്ത് നോക്കാം. ദെൻ ഒരെണ്ണം കൂടി കുറഞ്ഞ 10. ഒരു ഓക്സിജൻ ഇവിടെ ഉണ്ട് എക്സ്ട്രാ ഉണ്ടോ, C9H10O. ഓക്കെ, അതാണ്. ഇനി നമുക്ക് ഇതിന്റെ റിയാക്ഷൻസ് മുഴുവൻ എഴുതണം. DNP ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതെ, DNP എന്ന് പറഞ്ഞാൽ ഇതാണ് DNP കേട്ടോ. NH2 NH, ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഒക്കെ വരക്കണം. ദെൻ NO2 NO2, ഇതാണ് DNP. ഓക്കെ, ഇതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന കോമ്പൗണ്ട് ഇതുപോലെ വരച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഫുൾ റിയാക്ഷൻ എഴുതണം. CH ഡബിൾ ബോണ്ട് NH NO2. നെക്സ്റ്റ് ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് സിൽവർ നൈട്രേറ്റ് AgNH3 ട്വൈസ് പ്ലസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഇവിടെ COO മൈനസ് എന്ന് കൊടുത്താൽ മതി. COO മൈനസ് അല്ലെങ്കിൽ COH എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ അതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഇതിൻ്റെയൊക്കെ CH2 CH3. ദെൻ നെക്സ്റ്റ് ഇവിടെ കോൺസെൻട്രേറ്റഡ് KOH കൊടുത്തു കഴിഞ്ഞാൽ
വ്യത്യാസം വരുന്നത്. ദെൻ നേരത്തെ വരച്ച ഈ കോമ്പൗണ്ട് വിഗറസ് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ വിഗറസ് ഓക്സിഡേഷൻ കേട്ടോ, കേമൻ ഓഫ് KOH. ഇതിൽ ആർക്കെങ്കിലും ഇതിന്റെ മെത്തേഡ് മറന്നു പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഇത് നമ്മൾ DNP ഡെറിവേറ്റീവ് ആണ്. ഇത് പഠിച്ച ഏരിയ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരുന്നു ഒന്ന് ഓർഡറിൽ പറഞ്ഞേ. ഇമീൻ, ഷിഫ്റ്റ് സ്പേസ്, ഓക്സിൻ, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, DNP, സെമി കാർബസോൺ. 7 എണ്ണം കേട്ടോ, ഓർത്ത് നോക്കുക. ഓർമ്മയുണ്ടോ? എല്ലാത്തിലും ഒരേ മെത്തേഡാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കി H2O പോകും. ഇത് കണ്ടോ, H2O പോകും. എന്നിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഇമീൻ ആരായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാ? അലിഹൈഡ് റിയാക്ട് വിത്ത് NH3. ഇത് ഇമീനാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് H2O പോയിട്ട് ഇവിടെ എന്ത് വരും? CH. എല്ലാവരും ചോദിക്കൂട്ടോ, CH ഡബിൾ ബോണ്ട് NH. ട്രിക്ക് മനസ്സിലായോ? H2O കളയുക കണ്ടോ, ഓർത്തോ. എന്നിട്ട് ഇവര് തമ്മിൽ CH കണ്ടോ, ഡബിൾ ബോണ്ട് N, ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം കണ്ടോ, ഓർത്തോക. ഇത് ഇമീനാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താ? ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് എന്തായിരിക്കും? NH3 ടു ഫോം ഇമീൻ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് ഡാഷ് ടു ഫോം അടുത്തത് കിട്ടും. ഇമീൻ കഴിഞ്ഞ എന്തായിരുന്നു? ഷിഫ്റ്റ് സ്പേസ് ആണെങ്കിൽ എന്താ? NH2. അപ്പൊ അവിടുന്ന് ആരാ പോവാ? H2O കണ്ടോ, ഓർത്തോ. ഇത് ഇവിടുന്ന് H2O കണ്ടോ. ഓക്കെ, ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെ വരും? CH ഡബിൾ ബോണ്ട് ഉണ്ടോ, അവിടെ വന്നേക്ക് നോക്ക് കണ്ടോ, ഡബിൾ ബോണ്ട് കണ്ടോ, CH ഡബിൾ ബോണ്ട് NR. അങ്ങനെ വന്നാൽ അതിന്റെ പേരെന്താ? ഷിഫ്റ്റ് ബേസ്. അപ്പോ ഇത് നിങ്ങൾക്ക് തരും, ഇങ്ങനെ തന്നു തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. H2O പോകും. അപ്പൊ നൈട്രജന്റെ എന്ത് ഡെറിവേറ്റീവ് വന്നാലും ഈ നൈട്രജന്റെ അടുത്തുള്ള ഹൈഡ്രജൻ ഈ ഓക്സിജനും കൂടി കളയുക, ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് നൈട്രജൻ ഡെറിവേറ്റീവില് എല്ലാത്തിനും ഓർത്ത് വെക്കേണ്ട മെയിൻ കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്ത് എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസേഴ്സ് കേട്ടോ. ഓക്കെ, ചോദിച്ചു. ഈ പറയുന്ന H ഇല്ലേ, H പോലുണ്ട്, അത് CH2OH ആണ്. മനസ്സിലായോ? COOK. എക്സസ് ആണ്, ഒരെണ്ണം ഉള്ളത് കുറെ ഉണ്ടാവും അല്ലേ. അപ്പൊ അതിൽ ഇവിടെ KOH അല്ലേ KOH. അപ്പൊ ആദ്യം ഇത് രണ്ടെണ്ണം മനസ്സിലാണ്, CHO അത് രണ്ടെണ്ണം മനസ്സിലാവും. അപ്പൊ അതിൽ ആദ്യത്തെ ഒരെണ്ണത്തിലേക്ക് മറ്റേതിലേക്ക് X കൊടുക്കും. അങ്ങനെ വരുമ്പോ ഇവിടെ ഇതുപോലത്തെ കോമ്പൗണ്ട് വീണ്ടും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കൊടുക്കും. അപ്പൊ എന്താ? 2 പോയണ്ടല്ലോ. ഇതിന്റെ ഇവിടെ എന്താ? CH2 ഇവിടെ ഒരു H ഇതിലേക്ക്. അപ്പൊ എന്താ? CH2OH. ഇതിന് ബാക്കി എന്താണ്? CO. പിന്നെ ബാക്കി എന്തുണ്ട്? ഓക്കെ, H മാത്രമല്ല എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പറയാം, ഇവിടെ നിന്ന് H ലേക്ക് വന്നാൽ പിന്നെ ഈ H വന്നാൽ സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇവിടെ എന്തുണ്ട്? ഈ H പോയല്ലോ, ഈ H ആറ് കൊടുത്ത് ഇവിടെ കൊടുക്കും. ബാക്കി എന്തുണ്ട്? C. ബാക്കി ഇവിടെ എന്തുണ്ട്? ഓക്കെ, അതാണ് മെത്തേഡാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചു പോകണം. ക്യാൻസർ വന്ന ബുക്കും CH2OH. അത് ബെൻസീനിലാണ് നമ്മൾ എഴുതി പഠിച്ചേക്കുന്നത്. ബാക്കിയുള്ളതിനെ നോക്കാം കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ
8.11 കേട്ടോ 8.11 ടെക്സ്റ്റുവൽ എക്സർസൈസ് ബാക്ക് ആണ് ചെയ്യുന്നത് 8.11 an organic compound A molecular formula C8H16O2 was hydrolyzed with dilute sulfuric acid to give a carboxylic acid B and an alcohol C Note repeat here. An organic compound A, molecular formula C8H16O2 was hydrolyzed with a dilute sulfuric acid to give carboxylic acid B and an alcohol C. So stop. Oxidation of C with chromic acid produced B. Full stop. C on dehydration gives but1ene. Write equation for the reaction involved. ആദ്യം ഇതുപോലൊരു ഫോർമാറ്റ് വരക്കണം എന്നിട്ട് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഇതുണ്ട് ഇത് എനിക്ക് ആദ്യം തന്നെ ആൻസർ എഴുതിയാൽ മതി ഈ ഫോർമാറ്റ് വരക്കാതെ പെട്ടെന്ന് ആൻസർ എഴുതാം അപ്പൊ നിങ്ങൾ അത് എഴുതി വെക്കും എക്സാമിന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോർമാറ്റില് തനിയെ ബ്രെയിനിൽ ഒന്നും വരില്ല നിങ്ങൾക്ക് തന്നേക്കുന്ന മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്താൻ നോക്കണം വരച്ച് പഠിക്കുമ്പോഴായാലും നിങ്ങൾ ഗൈഡുകളോ അല്ലെങ്കിൽ ബുക്കുകളോ അല്ലെങ്കിൽ ഞാനൊക്കെ തരുന്ന അല്ലെങ്കിൽ എവിടെ നിന്ന് തന്നാലും അതിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആൻസർ ഉണ്ടാവും അപ്പൊ ബ്രെയിൻ പോയി കരുതും ഇതുപോലെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത് അങ്ങനെയല്ല ഒരു നമുക്ക് തന്നേക്കുന്ന ഈ ക്വസ്റ്റൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റും ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക എന്നിട്ട് റിവേഴ്സ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ആലോചിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്ത് കിട്ടും ഈ റിയാക്ഷൻ നിങ്ങൾ 10th ആദ്യം പഠിച്ചേക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും 10th 11th 12th ഉണ്ട് 3 ചാപ്റ്ററിലുള്ള റിയാക്ഷൻ ആണ് ഏതാണെന്ന് കിട്ടിയല്ലോ അല്ലേ 10th നിങ്ങൾ പഠിച്ചിരുന്ന റിയാക്ഷൻ ആണ് അപ്പൊ അതിൽ നിന്നാണ് കിട്ടുന്ന ഫോർമാറ്റ് ഒക്കെ തന്നെ മനസ്സിലാവും C8H16O2 ഇതാണ് A ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്തു അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് അപ്പൊ H2O and H+ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്തു അപ്പൊ കോമ്പൗണ്ട് B and C കിട്ടി കോമ്പൗണ്ട് B plus C ഇതാണ് ഒരു പറഞ്ഞേക്കുന്ന മെയിൻ കാര്യം എന്നിട്ട് B എന്താണ് എന്നവർ പറയുന്നുണ്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് കാർബോക്സിലിക് ആസിഡ് B ഇത് കാർബോക്സിലിക് ആസിഡ് ആണ് മറ്റേത് ആൽക്കഹോൾ ആണ് ഇത് കാർബോക്സിലിക് ആസിഡ് അതിന്റെ ഫോർമുല മാത്രമേ എടുക്കും ഇത് ആൽക്കഹോൾ എത്ര പേർക്ക് A കിട്ടി ഒന്ന് ആൻസറൈസ് ചെയ്ത് A എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മനസ്സിലൊന്ന് പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടും കാരണം 10th പഠിച്ചതാണ് പറഞ്ഞു വരാമോ ഇവിടെ കിട്ടി എസ്റ്റർ അല്ലെ എസ്റ്ററിന് ഹൈഡ്രോളിസിസ് ചെയ്ത് കിട്ടും ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡ് അത് 10th നമ്മൾ എസ്റ്ററിഫിക്കേഷൻ അല്ലെ എസ്റ്ററിഫിക്കേഷൻ ഒക്കെ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഓർത്ത് നോക്കാം A എന്ന് പറഞ്ഞാൽ എസ്റ്റർ എസ്റ്റർ എന്താ RCOO R ഡാഷ് ഓർത്ത് നോക്കാം RCOO R ഡാഷ് അങ്ങനെ വന്നാൽ ഈ കോമ്പൗണ്ട് എസ്റ്റർ അപ്പൊ തന്നെ നിങ്ങൾക്ക് വരക്കാൻ പറ്റും കാരണം എന്താ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ ബ്യൂട്ടാണ് വരുന്നത് ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 ഒരെണ്ണം 4 ആണ് എന്ന് അവർ പറയുന്നുണ്ട് ബിയും സിയും സെയിം ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ A നിങ്ങൾക്ക് വരക്കാൻ എളുപ്പമാണ് A എങ്ങനെയായിരിക്കും CH3
CH2 CH2 കണ്ടോ, രണ്ട് സൈഡിലും ഈക്വൽ ആക്കി കൊടുക്കണം കണ്ടോ. COO CH2 CH2 1 2 3 4 കണ്ടോ, 1 2 3. ഇതിന്റെ പേര് ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ്. പേരെന്താ? ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ് കണ്ടോ, ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ്. എങ്ങനെയാ പറയുന്നേ? ഇത് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കാം. നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ഇത് കണ്ട് ഈ 6 അത് 4 വന്നുകൊണ്ടാണ് ബ്യൂട്ടൈൽ. ഓക്കെ, പാരന്റ് ചെയിൻ ഇതാണ് 1 2 3 4. അതുകൊണ്ട് പാരന്റ് ചെയിന്റെ ഒപ്പം OAT, അതാണ് എസ്റ്ററിന്റെ പേര് അല്ലെ, ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ്. അപ്പൊ A കിട്ടി, ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും എന്തായിരിക്കും? വാട്ടർ അല്ലെ, H2 and H+ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബ്യൂട്ടനോയിക് ആസിഡ് അല്ലെ, CH3 CH2 CH2 COOH. ഇതാണ് ബി ആയിട്ട് വരുന്നത്, ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് ബ്യൂട്ടനോൾ CH3 CH2 CH2 CH2OH. ബ്യൂട്ടനോൾ. അപ്പൊ ബിയും സിയും വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. പേരുകൾ എഴുതി പോകണമെന്നില്ല കേട്ടോ, നോമൻക്ലേച്ചർ എഴുതണം. ഇനി നെക്സ്റ്റ് അവർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നോക്കിയേ. ബി carboxylic acid B and alcohol C. Oxidation of C with a chromic acid produces B. On dehydration gives but1ene അല്ലേ. ഓക്കെ, അപ്പോ എന്തായിരുന്നു ഇതിന C എന്ന് പറയുന്നതിനാ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ, സ്ട്രോങ് ഓക്സിഡേഷൻ KMnO4 കൊടുക്കാൻ നോക്കാം. സ്ട്രോങ് ഓക്സിഡേഷൻ എന്ത് കിട്ടും? B കിട്ടും. ദെൻ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ചെയ്യേണ്ടതാ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. ഡീഹൈഡ്രേഷൻ കോൺസെൻട്രേറ്റഡ് H2SO4 ടെമ്പറേച്ചർ എത്രയാ? 443 അല്ലേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്യൂട്ടീനും കിട്ടി. ഓക്കെ, കറക്റ്റ് ആയിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടെക്സ്റ്റിലെ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ABCD 8.19 8.19 ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കണം. 8.19 എക്സാമിന്റെ ദിവസം അവിടെ പോയി നോക്കാനോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ABCD ഇത്ര ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിയല്ല, ആദ്യം നമ്മൾ നോക്കുന്നു, കൺവേർഷൻ എല്ലാം നോക്കുന്നു ഉണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയിൽ ഒരേ സ്ഥലത്ത് ഞാൻ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കണ്ണിലേക്ക് വരണം കേട്ടോ. എന്നാലേ നമുക്ക് സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെ എടുത്ത് എഴുതി വെക്കുന്നേ, അതുകൊണ്ട് നമ്പർ ഇടണം കേട്ടോ. ഓക്കെ, 8.19 ക്വസ്റ്റ്യൻ എഴുതണം. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ദയവായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതണം. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ 69.77% carbon. An organic compound contains 69.77% carbon, 11.63% hydrogen, 11.63% hydrogen, and rust oxygen, and rust oxygen, and rust oxygen. Full stop. The molecular mass of the compound is 86. The molecular mass of the compound is 86. The molecular mass of the compound is 86. Full stop. It does not reduces tolerance reagent. It does not reduces tolerance reagent.
അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? ആൽഡിഹൈഡ് അല്ല അല്ലെ. ടോൺ സ്റ്റേജിന്റെ റെഡ്യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് അല്ല അല്ലെ. ബട്ട് ഫോം an addition compound with sodium hydrogen sulfide. അപ്പൊ അതിന്റെ മീനിങ് എന്താ? NaHSO3. അതെവിടെയാണ് നമ്മൾ പഠിച്ചത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അതിനുള്ള ആദ്യത്തെ ഹെഡിങ് സൈനോ ഹൈഡ്രേറ്റ്. സെക്കൻഡ് ഹെഡിങ് ആണ് എന്താ? സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇവര് ആൽഡിഹൈഡും ആരായിട്ട് റിയാക്ട് ചെയ്യും? കീറ്റോൺ ആയിട്ട് റിയാക്ട് ചെയ്യും. ടോളറൻസിൽ നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് അല്ല. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും എന്താ? കീറ്റോൺ ആണ്. അപ്പൊ കൺഫേംഡ് ആയില്ലേ? ഇതിൽ കീറ്റോൺ ഉണ്ട് എന്നുള്ളത് കൺഫേംഡ് ആയി. Compound with sodium hydrogen sulfate and give positive iodoform test. Addition compound with sodium hydrogen sulfide and give positive iodoform test. Iodoform test positive ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഏത് ഗ്രൂപ്പ് ഉണ്ട്? CH3CO. കീറ്റോൺ ആണ്. ആ കീറ്റോണിൽ തന്നെ ഏത് ഗ്രൂപ്പ് ഉണ്ടെന്ന് കൺഫേം ആയി? CH3CO. ക്ലിയർ? ഓക്കേ, അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. ഫുൾ സ്റ്റോപ്പ്. On vigorous oxidation it gives ethanoic and propanoic acid. On vigorous oxidation it gives ethanoic and propanoic acid. Write the possible structure of the compound. Write the possible structure of the compound. Write the possible structure of the compound. അപ്പോ ഈ ക്വസ്റ്റ്യൻ എങ്ങാനും എക്സാമിന് വരികയാണെങ്കിൽ മാർക്ക് നോക്കി ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് പോകണം. ഇപ്പോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേക്കുന്ന സമയത്ത് ഇതൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പെർസെന്റേജ് തന്നിട്ട് നമ്മൾ മോളിക്കുലർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ പഠിച്ചത് 11th ഫസ്റ്റ് ചാപ്റ്ററിലാണ്. ഓർമ്മയാണോ? 11th നമ്മൾ മാസ് പെർസെന്റേജ് തരും അല്ലെ. മാസ് പെർസെന്റേജ് തരുമ്പോ നമ്മൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തും. നമ്പർ ഓഫ് മോൾസ് ചാർട്ടൊക്കെ ടേബിൾ ഒക്കെ വരച്ചിട്ട് അത് ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കണക്ട് ചെയ്യുന്നത് വലിയ രീതിയിലാണ്. പക്ഷെ നമുക്ക് അത് കണക്ട് ചെയ്യാതെയും ഇതിൽ കണ്ടെത്താം. അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതൊരു 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്ക് ആണെങ്കിൽ ഇതിന്റെ ആൻസർ സ്ട്രക്ചർ മാത്രം മതി. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. സ്ട്രക്ചർ മര്യാദക്ക് വരച്ചാൽ മതി, കണക്ട് ചെയ്ത് കൊടുത്താൽ. അതേ സമയത്ത് നിങ്ങൾക്ക് ഇതൊരു 3 മാർക്കാണ് ഇത് മുഴുവൻ എഴുതണം. അപ്പൊ നമുക്ക് 2 രീതിയിൽ തുടങ്ങാം. ഒന്ന്, ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു ഏരിയ നമുക്ക് ഇത് എന്താണ്? CH3CO ഗ്രൂപ്പ് ആണെന്ന് കൺഫേംഡ് ആണ്. ഇനി അവരെന്താ പറഞ്ഞേക്കുന്നത്? ഇതിന് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പറഞ്ഞേക്കുന്നത് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് അല്ലെ. എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. CH3 CH2 COOH. ഇത് പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3 COOH. ഇത് രണ്ടുമാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ വന്നാൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 5 ആണ് അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പെന്റനോൺ ആണ്. ആൻസർ എന്താ? പെന്റനോൺ. CH3CO CH2 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 പെന്റനോൺ ആണ്. അപ്പൊ ഇതിൽ പെന്റനോൺ ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസേഴ്സ് അവിടെ തീർന്നു കേട്ടോ. പെന്റനോൺ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? അവർ പറഞ്ഞ പോലെ എന്താണ്? ടോൺ സ്റ്റേജിൽ നടക്കില്ല. NaHSO3 ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലെ. എല്ലാ പ്രോസസ്സും വളരെ കിട്ടും. അപ്പൊ ആൻസർ ഇവിടെ നമുക്ക് എടുത്തിട്ട് ഇതിന്റെ സ്ട്രക്ചർ വരച്ചു കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ഇത് 2 മാർക്ക് ആണെങ്കിൽ ഇത് എഴുതണം, ഇതിന്റെ സ്ട്രക്ചർ എഴുതണം. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് ആരായിട്ട് റിയാക്ട് ചെയ്യും? NaHSO3 ആയിട്ട് റിയാക്ട് ചെയ്യും. പിന്നെന്താ? ഐഡോഫോം ആയിട്ട് റിയാക്ട് ചെയ്യും. അത് രണ്ടും എഴുതിയിട്ടുള്ളൂ അവര് അല്ലെ. അപ്പൊ NaHSO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ വരാ? NaHSO3 ഓർമ്മയുണ്ടോ? NaHSO3 ഇത് C ഡബിൾ ബോണ്ട് ആയിട്ട് ഓർത്ത് നോക്കാം. C എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോ ആയിട്ട് ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലെ. അപ്പൊ എങ്ങനെ ഇരിക്കും ഫോർമുല? CH3 C ഇവിടെ ഒരു O ഉണ്ട്, ബാക്കി എന്തുണ്ട്? CH2 ഈ ഓയുടെ അടുത്തേക്ക് ഇതിൽ ആര് വരും?
ന്യൂക്ലിയോഫിലിക് എന്തായിരുന്നു പേര്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഉണ്ടോ? ഈ ഓരോരുത്തേക്ക് എന്നെ വരും, ഓ എന്നെ. ബാക്കി ആൾക്കാർ എവിടെ വരും? HSO3 അല്ലേ? ഇവിടെ HSO3 അല്ലെങ്കിൽ SO3H അതാണ് കുറച്ചുകൂടി സ്ട്രക്ചറലി നല്ലത്. ഇതാണ് ഇതിന്റെ ആൻസർ ആക്ച്വലി, NH. ഇനി ഇതിൽ അയഡോഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അയഡോഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആക്ച്വലി? NaOH പ്ലസ് I2 അല്ലെങ്കിൽ എന്താ NaOI അല്ലേ? NaOH പ്ലസ് I2 ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ടില്ലേ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഈ കാർബണില്ലേ അത് CHI3 ആയി മാറും. CHI3. ബാക്കി എന്തുണ്ട്? ബാക്കി ഈ CO ഡബിൾ ബോണ്ടില്ലേ അത് ഇങ്ങനെ എഴുതാം. CH3 ഈ CH3 എങ്ങനെ എഴുതുന്നത്? CH2 എഴുതുന്നു നോക്കാം മെത്തേഡ് കേട്ടോ. CH2 C ഡബിൾ ബോണ്ടോ ഇതിനോടൊപ്പം ONA വരും. ഇതാണ് അഡോഫോം ടെസ്റ്റ് കേട്ടോ. ഇവിടെ യെല്ലോ കിട്ടും. അപ്പൊ ഇത്ര എഴുതി കഴിയുമ്പോൾ എല്ലാവരും ആയി ശരിക്കും. ഇനി ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് ചെക്ക് ചെയ്തേ. മോളിക്കുലർ മാസ് എത്ര വരണം എന്ന് പറഞ്ഞേക്കുന്നവര്? 86. 86 ആണോ ചെക്ക് ചെയ്യണം. 86 അല്ലെങ്കിൽ എന്താ തെറ്റ് ഒന്ന് ചെക്ക് ചെയ്യും. കിട്ടിയോ? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 into 12. 5 into 12 എത്രയാ? 60 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 2 3 പ്ലസ് ഇത് എത്രയായിരുന്നു? 16. ഒരു ഓക്സിജൻ ഇല്ലേ? ശരിയാവും. ഇത് 60 ആണ്. 60 പ്ലസ് 10 പ്ലസ് 16 എത്ര കിട്ടി? 86 ഉണ്ടോ? അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ 2 മാർക്കിന് ഓക്കെ ആണ്. ഇനി മറ്റേതെന്ത് ചെയ്യാം? 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല. അതാണ് അടുത്തത്. അതേ എഴുതിയിട്ട് ഇതിലേക്കാണ് നേരെ തിരിച്ചറിയേണ്ടത്. നമ്മൾ പ്രൊഡിക്ഷൻ വെച്ച് ശരിക്കും ചെയ്യുമ്പോൾ എന്താ? അപ്പൊ നമ്മൾ ഗേഡുകളൊക്കെ നോക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആദ്യം ടേബിളൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പോലെ ആയിരിക്കും വരുന്നത്. പക്ഷെ അവിടെ റിസ്ക് എടുക്കണ്ട. മനസ്സിലായത്? ആൻസർ നോക്കുമ്പോൾ അയാളെല്ലാം കിട്ടിയിട്ടുണ്ട് ആക്ച്വലി അല്ലെ? നമുക്ക് സ്ട്രക്ചർ വരക്കാനേ പറഞ്ഞിട്ടുള്ളൂ ആക്ച്വലി അല്ലെ? അപ്പൊ സ്ട്രക്ചർ വരച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നേക്കുന്ന ക്ലൂ ഒക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ അതിലേക്ക് എത്താൻ പോവാണ് ആക്ച്വലി വരുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇതിന് നമ്മൾ ടേബിൾ വരണം. ഏതൊക്കെ എലമെന്റ് ഉണ്ടായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, എംപിരിക്കൽ ഫോർമുലയുടെ ടേബിളില് നമ്മൾ അതിനെ വരക്കാൻ പോവാണ്. ഇത് എലമെന്റ്. പിന്നെ എന്തായിരുന്നു എലമെന്റ് കഴിഞ്ഞാൽ ടേബിളില്? മാസ്, പെർസെന്റേജ്. മാസ് പെർസെന്റേജ്. കാർബൺ എത്രയാണ് നമുക്ക് പറഞ്ഞത്? 9.77. ഹൈഡ്രജൻ എത്രയായിരുന്നു? 11.63. ഓക്സിജൻ തന്നിട്ടുണ്ടോ? റെസ്റ്റ് അപ്പൊ ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യും. എത്ര കിട്ടും? ശരി, എഴുതണം കേട്ടോ. എല്ലാവരും എഴുതണം കേട്ടോ. Atomic mass. Simplest whole number. Oxygen എത്ര കിട്ടി? റിമൈനിങ് എത്ര കിട്ടി? 81.40. 70 plus 10 ആവും. 70 plus 10 എന്ന് പറയുമ്പോ 18.6 അല്ലേ? 18.6. ഇനി ആറ്റമിക് മാസ് എത്രയായിരുന്നു? 12 1 60. അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും മോൾ എന്ന് പറയുന്ന സമയത്ത്? അല്ലേ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 69. ക്യൂബൻ മാസ് ഇതാണ് കേട്ടോ. 77 ഡിവൈഡഡ് ബൈ 12. ഇത് നിങ്ങൾ അപ്രോക്സിമേഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ എത്ര വരും? 11.63 ഡിവൈഡഡ് ബൈ 1. ഞാൻ ഇവിടെ എത്ര വരും? 18.6 ഡിവൈഡഡ് ബൈ 60.
69.77 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്രോക്സിമേഷൻ ചെയ്യാം. 12 into 5 എത്രയാ? 60s. ബാക്കി എത്ര കിട്ടും? 5 point something അല്ലേ? 5.8. നമുക്ക് 5.8 പിടിക്കാം. അവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടോട്ടെ, ഞാൻ പറഞ്ഞത്. ഇനി ഇത് 11.63 ആണ്. 18.6 divided by 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. കിട്ടും. അത് കഴിഞ്ഞ 2 അല്ലേ? 20 1.0 വരില്ലേ? 1.1 പിടിച്ചാ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ഐഡിയ പറയാം. ഇത് എവിടെ നോക്കിയേ? ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക. എത്ര കാർബൺ ഉണ്ട്? എത്ര കാർബൺ ഉണ്ട് അല്ലെ? ആ കാർബണിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കണം. എത്ര കാർബൺ ഉണ്ടാകും ടോട്ടല്? 5 കേട്ടോ. മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. 5 കാർബൺ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നടക്കേണ്ടി വരും. അപ്പോ ഈ 50 ഇത് കഴിഞ്ഞിട്ട് ഈ മോളിലെ സിംപ്ലസ്റ്റ് വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 5.8 divided by 1.1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് എത്ര കാർബൺ ഉണ്ട് നോക്കുക. എത്ര കാർബൺ ഉണ്ട്? 5. 5 ആയിട്ടാണ് എഴുതുന്നത്. ഈ 11.63 divided by 1.1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിയേ? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 അല്ലേ? നെക്സ്റ്റ് ഇത് എന്തായാലും എത്രയായിരിക്കും? ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കേട്ടോ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ 86 ആണ് ആക്ച്വലി നമുക്ക് വരിക. അപ്പൊ സിംപ്ലസ്റ്റ് വോൾ നമ്പറും റേഷ്യോയും മോളിക്കുലർ മാസും എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? C5 പറഞ്ഞ ഫോർമുല C5H എത്ര കിട്ടി? 10 ഉണ്ടോ? കറക്റ്റ് അല്ലേ? ഉണ്ടോ? ഇങ്ങനെയാണ് ഇവർ ഈ സാധനം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ്. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ഇവിടെ സെയിം ആണ് കേട്ടോ. കാരണം ഇതിന്റെ മോളിക്കുലർ മാസ് എത്ര തന്നെയാ? 86 ആണ്. അപ്പൊ 86 divided by 86 ആണ്. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല. ഓർമ്മയുണ്ടോ? ഓക്കെ. ഇങ്ങനെയാണ് ഈ മോളിക്കുലർ ഫോർമുലയും ഇത് സെയിം അവിടെ. അപ്പൊ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുലയാണ്. ഓക്കെ. ദെൻ ഇവിടെ n കണ്ടെത്താൻ വേണ്ടി n is equal to molecular formula mass divided by empirical formula mass. Empirical formula mass 86 ആണ്, ഇതും 86 ആണ്. അപ്പൊ n 1 ആയിട്ട് കിട്ടും. അപ്പൊ രണ്ട് ഈക്വൽ ആവും കേട്ടോ. ഓക്കെ. അങ്ങനെയാണ് ഇവിടെ ഇത് കിട്ടുന്നത്. അങ്ങനെ ഇത് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ടേബിൾ വരക ഇത് നമുക്ക് ആൻസർ നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതേ ഇവിടെ ഈ ഒരു സാധനം ഒന്ന് കണ്ടെത്താൻ നോക്കുക. ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് പ്രൊഡിക്ട് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ. ടൈം കൊണ്ട് കളയരുത്. വാല്യൂസ് നമുക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ വാല്യൂ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അല്ലേ? അപ്പൊ ആ ടേബിൾ ജസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ആൻസർ കൃത്യമായിട്ട് ഓർക്കുക. ഈ ചാപ്റ്ററിൽ ഇത്രയും 3 ABCD ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. അമീന്റെ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് അമീൻസില് ABCD ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 9.10 അമീനാണ് കേട്ടോ. അമീനിലെ ABCD വരുന്നതാണ് 9.10. വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. 9.10. An aromatic compound A on treatment with aqueous ammonia. An aromatic compound A on treatment with aqueous ammonia and heating forms
compound B, an aromatic compound A on treatment with aqueous ammonia and heating forms compound B, and heatings form compound B, which on heating with Br2, and KOH form a compound C. Form a compound C. Form a compound C of molecular formula C6H7N. 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 To stop. Write the structure and IUPAC name of a compound A, B and C. Write the structure and IUPAC name of a compounds A, B and C. Write structure and IUPAC name of compounds A, B and C. A, B and C. റൈറ്റ് ആണ് ചെയ്തു കേട്ടോ. പറഞ്ഞല്ലോ നമ്മളെ ആരോമാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ബെൻസീനൊക്കെ ആണെന്ന് പറഞ്ഞു. റൈറ്റ് ആണ്. നമ്മൾ തനിയെ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം പോലും. An aromatic compound A on treated with aqueous ammonia എന്ന് പറയുന്നത് A ആണ്. ഇതിലേക്ക് aqueous ammonia അല്ലെ NH3 ആണ് ആഡ് ചെയ്യുന്നത്. aqueous ammonia and heating form compound B. B ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. B. B ലേക്ക് എന്താ ആഡ് ചെയ്തേക്കുന്നത്? B which on heating with Br2 and KOH. Br2 and KOH. അപ്പോൾ ഏതാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? Br2 and KOH ചെയ്യുമ്പോൾ അല്ലേ? Br2 and KOH ചെയ്തതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? Compound C of molecular formula തന്നിരിക്കുന്നത് C6H7N. C6H7N. Try the structure. I back name of the compound A, B, C. Triple question ആണല്ലോ. അല്ലേ? ഏറ്റവും എളുപ്പമുള്ളതാണ്. അവിടെ ഇവിടെ കിട്ടിക്കഴിഞ്ഞുണ്ട്. നൈസ്. ചെറിയ വ്യത്യാസം. ശരി.
മനസ്സിലായോ? ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും. ഇത് നോക്കാൻ ഡിക്ലറേഷൻ അങ്ങനെ ഡിക്ലറേഷൻ ആണെങ്കിൽ അമ്മയുടെ ആണോ അങ്ങനെ നമുക്ക് അത് ക്ലൂ കിട്ടാം. നമുക്ക് ഇത് അത്ര ഫിമിലിയറാണ് ഇത് അത്ര നോക്കുന്നത് അമ്മയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കാർബോക്സിലിക് ആസിഡ് കേട്ടോ. ആരോമാറ്റിക് എന്താ പറഞ്ഞാൽ എന്തുണ്ട് ബെൻസീനിന് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇത് വേഗം ഇങ്ങനെ ചെയ്താൽ മതി. കിട്ടിയോ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ പിടിക്കുന്ന വരുന്നത് ആരോമാറ്റിക് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടൂ ഇതാണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ മിഡിലിൽ നിന്ന് പിടിക്കുന്നതായിരിക്കും. ഞാൻ ഈ കോമ്പൗണ്ട് കണ്ടപ്പോ വിആർ2 എന്നെ വെച്ച് കണ്ടാൽ ഇതെന്തായാലും അമ്മയിടാണ് സമാധാനം. അപ്പൊ ഇതെന്തായാലും അമ്മി ആണ്. അവിടെ തന്നെ ഞാൻ ഓർത്ത് വെച്ച് തുടങ്ങിയേക്കണേ കേട്ടോ. എന്റെ ഓർമ്മയില് എനിക്ക് ഈ കോമ്പൗണ്ടിനെ കിട്ടിയത് കാരണം എന്താ, ഇത് വിആർ2 വെച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് അമ്മയിടാണ്. ആരോമാറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബെൻസീനാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും ഇതിന്റെ മുകളില് അല്ലേ നമുക്കറിയാം ഹോഫ്മാൻ ബ്രോമോമിന്റെ ഡിഗ്രഡേഷൻ ഈ CO പോകും. CO പോയിട്ട് NH2 ആയി. VR2KOH. നെക്സ്റ്റ് നമ്മള് ഇവിടെ NH3 ആണ് അല്ലെ. NH3 നമ്മൾ പഠിച്ചേക്കുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ ചാപ്റ്ററിൽ കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിലാണ് എഴുതി വെച്ചിരിക്കുന്നത് COH-ലേക്ക് NH3 ആഡ് ചെയ്താൽ ഇവിടുന്ന് OH H2 -H2 കേട്ടോ. ഇവിടുന്ന് ഒരു OH ഇവിടുന്ന് ഒരു H കേട്ടോ. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒരു OH ഇവിടുന്ന് ഒരു H H2O പോയി അല്ലെ. H2O പോയിട്ട് ഇവിടെ ബാക്കി എന്ത് വരും CO NH2 കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കാം. C6H7N അല്ലേ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഈ ഹൈഡ്രജന്റെ നമ്പർ ആണോ വിവേക? ഹൈഡ്രജന്റെ നമ്പർ ആണോ ഡൗട്ട്? ഇതാണോ? ഓക്കെ അല്ലേ? അപ്പൊ ഓർത്ത് നോക്കാം ഈ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ABCD ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓർഡറിലാക്കി കറക്റ്റ് ആയിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മള് ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉച്ച എക്സാമുകൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, സമയമായി ഇനി വരുമ്പോൾ ചെയ്യിപ്പിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേക്കുന്ന ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ മീനിങ് ചെയ്യിച്ചു കണ്ടോ. അടുത്ത ക്ലാസ്സിൽ കേട്ടോ എന്ന ക്ലാസ്സിലെടുത്തോ അത് മുമ്പത്തെ ക്ലാസ്സിലെടുത്ത് ഒന്ന് നോക്കിയിട്ട് തരണം. കൺവേർഷൻ ആണെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് തരണം. ഒന്ന് നോക്കിയിട്ട് തരണം കേട്ടോ. ശരിക്കും ഇത്തിരി നേരത്തെ വരണം കേട്ടോ. ഇത്തിരി നേരത്തെ എന്തായാലും വരികയാണെങ്കിൽ അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ മറ്റേ ബുക്ക് വരണമെന്നല്ലേ, മറ്റേ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്യണമെന്ന് ചോദിക്കണം ക്ലാസ് പഠനം കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽ കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് പാക്ക് ആയിട്ട് വരാം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് ആ മാപ്പ് പോലെ വരച്ചിട്ടില്ലേ അത് വരച്ചു കൊണ്ടുവരാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് അതില് കളറൊക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. സ്കെച്ചൊക്കെ വരും. സ്കെച്ച് പേന ഇല്ലാത്ത ആൾക്കാർക്ക് എന്റെ കൊച്ചിന്റെ സ്കെച്ച് പേന ഞാൻ തരാം കേട്ടോ. 1-2 കളർ മതി കേട്ടോ. അല്ലാതെ ഭയങ്കര പൂക്കളം പോലെ ഒന്നും വരയ്ക്കാനല്ല. ഒരു കളറൊക്കെ വരുമ്പോ എക്സാമിന്റെ ദിവസമൊക്കെ നോക്കുമ്പോൾ തന്നെ ഭംഗിയൊക്കെ തോന്നിക്കണം. ഇത് എന്താ യുദ്ധക്കള പോലെ അങ്ങനെ ആയിപ്പോ കേട്ടോ. ഓർത്തോ, അതുകൊണ്ട് വൃത്തിയിൽ കണ്ടു കഴിഞ്ഞാൽ പേടിയില്ലാത്ത രീതിയിൽ വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വരും കേട്ടോ. പിക്ചർ പോലെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിക്ചർ പോലെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലേ ക്ലിയർ ആയിട്ട് ഒന്ന് വരച്ചു വെക്കാൻ നോക്കാം. അപ്പൊ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റിയിൽ വരക്കണം. അത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും കൊണ്ടുവരണം. ആദ്യത്തെ കേട്ടോ. ഓക്കെ, രണ്ടാമത് നമ്മള് ഓർഗാനിക്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇൻഓർഗാനിക്കിൽ കൊണ്ടുവരണം, ഒന്നുകൂടി സ്പീഡ് ആക്കണം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇൻഡിവിജ്വൽ ഇരിക്കുന്ന ഒരു പ്രോസസ് ഞാൻ കുറച്ച് നാളായിട്ട് പറയുന്നതാണ് അല്ലെ. അപ്പൊ അത് ഇൻഡിവിജ്വലി ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് വരും. ജൂഡിനെ വിളിക്കുന്നു, ഇവിടെ മോനെ എന്തൊക്കെ പഠിച്ചു ഒരു 50 പ്രാവശ്യം അയാളോട് പറയുന്നില്ല. മനസ്സിലായി? അങ്ങനെ വെക്കുന്ന 3 പേരോ 4 പേരോ വെക്കുന്ന ഒരു സെക്ഷൻസ് ആണ് എനിക്ക് വരുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 4 പേരൊക്കെ മതി മാക്സിമം. 4 പേര് ഇരിക്കുന്നു. ആ 4 പേര് അന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് ഷെഡ്യൂൾ വരില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോ കേവിക്കാർക്ക് അല്ലെ മറ്റന്നാ ഫ്രീ ആണ് അങ്ങനെ പറയുന്ന ദിവസങ്ങളുണ്ടാവും. ഇപ്പൊ അവർക്ക് എക്സാമിന്റെ ഇടയിൽ ഗ്യാപ്പുകളൊക്കെ വരുന്നത്. ഐശ്വര്യ ഓൾറെഡി ഫ്രീ ആണ് അല്ലെ, കോള് കഴിഞ്ഞില്ലേ?
ഫിസിക്സും കഴിഞ്ഞു, കെമിസ്ട്രിയും കഴിഞ്ഞു. ഇനി എന്നാലും പെട്ടെന്ന് കഴിയൂലേ? 15 വെരി ഗുഡ്. ആദ്യത്തെ ആളെ കഴിയും. അപ്പൊ ഐശ്വര്യ നമുക്ക് കാണാം. അപ്പൊ എന്ത് ചെയ്യും, അയാൾ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി വരുന്നത്. അവിടെ നമ്മൾ കുറച്ച് എനർജി കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ആക്കി വെക്കണം, ക്ലിയർ ആക്കി വെക്കണം. പിന്നെ എന്താണ്, നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കണ്ടന്റ് ഒക്കെ പറഞ്ഞേക്കുന്നത് അത് ഒന്നുകൂടി കൂട്ടും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾ കൊണ്ടൊന്ന് പറയിപ്പിച്ച് എന്നാലും വീട്ടിൽ ഇരുന്നിട്ട് എടുത്താലും മതി. എന്നിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചാൽ എന്നെ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ ഇവിടെ വരണം കേട്ടോ. ഓർത്തോട് വരുമ്പോ ഒന്ന് എടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കും. എക്സാമിന്റെ ആ ദിവസം, ആദ്യത്തെ ദിവസം മനസ്സിൽ കണ്ടിട്ടായിരിക്കണം. എന്നെ ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് എനർജി കയറണം കേട്ടോ. ഓക്കെ, അല്ലാതെ പറയണതാണ് ഞാൻ നിങ്ങളെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പറയുമ്പോൾ കേട്ടോ. ഓക്കെ, കേട്ടോ. അപ്പൊ അത് നമുക്ക് ഭയങ്കര എനർജറ്റിക്കലി നല്ല രസമായിട്ട് എത്ര റിഫൈൻഡ് ആയിട്ടാണ് പറയുന്നത്. ആ 2 വീഡിയോ നമുക്ക് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പുറത്ത് അറ്റാക്ക് ചെയ്യണ പോലെ ആയിരിക്കണം. വീട്ടുകാർക്ക് അതിൽ തോന്നുന്നത് മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് അങ്ങനെ നമുക്ക് തോന്നണം. മാർക്ക് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് വരും. അത്രയും ക്ലാരിറ്റിയിൽ പഠിച്ചിട്ടാണ് എക്സാമിൽ കിട്ടണമെന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, ആ രീതിയിൽ നല്ല രസമായിട്ട് പറയാൻ പറ്റണം ഒന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്യും. അതാണ് ആദ്യം ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് തുടങ്ങാം കേട്ടോ. ഓർക്കുക, ഓർഗാനിക്കില് ആദ്യം നമ്മൾ എന്തായിരുന്നു, നെയിമിങ്, പിന്നെന്തൊക്കെയുണ്ട് മെയിൻ കാര്യങ്ങൾ. നെയിമിങ് കഴിഞ്ഞാൽ മെക്കാനിക്സ്, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മൂന്നെണ്ണമായിട്ടുണ്ട്. ഗീവ് റീസൺ എന്തായിരുന്നു? ഗീവ് റീസൺ. ഗീവ് റീസൺ കഴിഞ്ഞാൽ, ഗീവ് റീസൺ എന്ന് പറയുമ്പോൾ കുറെ ടൈപ്പ് ഉണ്ട്. ഗീവ് റീസൺ എങ്ങനെ പഠിച്ചു നോക്കണം? ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഗീവ് റീസണും ഓർഡറിലെങ്കിലും ഏകദേശം ഒരു ഓർമ്മ വരും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കേട്ടോ. ഓർക്കുക, ഗീവ് റീസൺ ഇന്നെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള ഒന്ന് പഠിപ്പിച്ചതാണ്. ഗീവ് റീസൺ എന്ന് പറയുമ്പോൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരുന്ന ഡയറക്റ്റ് ഗീവ് റീസൺ, പിന്നെ ബോയിലിംഗ് പോയിന്റ് വെച്ച് ഉള്ള ഗീവ് റീസൺ, പിന്നെ വരുന്നത് എന്താ, അസിഡിറ്റി ആൻഡ് ബേസിറ്റി, PKB എല്ലാം ഒരു ടേബിൾ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അവിടെയാണ് ഫ്രെഡൽ ക്രാഫ്റ്റ് അല്ലെ, അനലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഗീവ് റീസൺ എന്തായിരുന്നു? കിട്ടി അനലിൻ അല്ലെ. അതെന്തായിരുന്നു? അനലിനമയോൺ അല്ലെ. അതെന്തായിരുന്നു? കോൺസെൻട്രേറ്റ് HNO3 അനലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെ, അനലിനമയോൺ എന്തായിരുന്നു അല്ലെ, ടു ഫോം. സോ എന്തായിരിക്കും മെറ്റാഡയറക്റ്റ്. ഓക്കെ, ഒരെണ്ണം കിട്ടി. ഒരെണ്ണം ചോദിക്കും മറ്റൊന്നും കൂടി കിട്ടും. മറ്റേ അനലിൻ റിയാക്ട് വിത്ത് ലൂയിസ് ആസിഡ് ടു ഫോം എന്തായിരുന്നു, സോൾട്ട്, which is deactivating and metadirecting. So aniline does not undergo Fred combination. അപ്പൊ ഗീവ് റീസൺ ടൈപ്പുകളാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? കൺവേർഷൻ ആൻഡ് ABCD ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ 6 ടൈപ്പുകളാണ് ഓർഗാനിക്കിൽ വരുന്നത്. അപ്പൊ ഈ ABCD ക്വസ്റ്റ്യനിൽ കുറച്ചേ ഉള്ളൂ അല്ലെ, വിഷമിക്കേണ്ട, ഇഷ്ടംപോലെ തരും അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ആണ് നമ്മൾ വരുന്നത്. കൺവേർഷൻസുകൾ നമ്മൾ എന്താണ് കുറെയൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലെ. പുറത്തൊക്കെ എക്സ്ട്രാ കൺവേർഷൻസ് കൂടി കുറച്ചുകൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കും. അപ്പൊ എങ്ങനെയാ കൺവേർഷൻ പഠിക്കുന്നു? ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കൺവേർഷനും ഞാൻ നോക്കിയിട്ടുണ്ട്. ആ കൺവേർഷന് ഹെൽപ്പ് ചെയ്ത ചാർട്ടുകൾ ഞാൻ നോക്കിയിട്ടുണ്ട് അല്ലെ. കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഹെഡിങ് ആണ്. അപ്പൊ ചാർട്ടുകൾ വെച്ച് കുറെ കൺവേർഷൻ ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ഥലത്ത് കിടക്കുന്ന കൺവേർഷൻ ഉണ്ട്. പിന്നെ വരുന്ന എക്സ്ട്രാ കൺവേർഷൻ അത് ചെയ്യുമ്പോൾ ആ കൺവേർഷന്റെ ഒരു ഏരിയവും. പിന്നെ ABCD അല്ലെ, ABCD ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ABCDയും ഒത്തിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ABCD ക്വസ്റ്റൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞു? ഇന്ന് പഠിച്ചോ? അയ്യോ ചാവനാണ് പറയേ. അല്ലെ, ആൽക്കോളിക് KOH ബീറ്റ എലിമിനേഷൻ വരും അല്ലെ. ഓർത്തു നോക്കുക. കോമ്പൗണ്ട് ഒക്കെ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? 2 മീഥൈൽ 1 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പെയിൻ അല്ലെ. അണ്ടർഗോ ആൽക്കഹോളിക് KOH എന്ത് കിട്ടി? 2 മീഥൈൽ പ്രൊപ്പീൻ കിട്ടി കേട്ടോ. 2 മീഥൈൽ പ്രൊപ്പീൻ, അതിലേക്ക് HBr ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പെയിൻ കേട്ടോ. 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പെയിൻ, അതായിരുന്നു C അല്ലേ. ഓക്കെ, ദെൻ എയിന അവിടെ Na ട്രൈ ചെയ്തപ്പോ എന്ത് കിട്ടി? 2,5 ഡൈമീഥൈൽ ഹെക്സൈൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഇങ്ങനെ മനസ്സിലേക്ക് ആൻസർ ഇങ്ങനെ ആയിട്ട് വരണം. അതാണ് കേട്ടോ. അല്ലാതെ എന്തൊക്കെയോ ഓർമ്മയുണ്ട് കേട്ടോ. ആ പരിപാടിയല്ല. ക്വസ്റ്റ്യനും ഈ ആൻസർ വരും. സെക്കൻഡ് പൊസിഷൻ ജ്യോതിഷ് പറയും കേട്ടോ. ഞാൻ പറഞ്ഞോളൂ. C9H10O കണ്ടോ, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. C9H10O അണ്ടർഗോ ഡാഷ്. ശരിയാ, D. അടുത്തെന്തായിരുന്നു? ഇത് അണ്ടർഗോ ടോളറൻസ് റിയേജന്റ്. അടുത്തെന്തായിരുന്നു? കാനിസാരോ കണ്ടോ. അങ്ങനെ കിട്ടണം. അപ്പൊ ആ കോമ്പൗണ്ട് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? കോമ്പൗണ്ട് എന്തായിരുന്നു?
ശരി കിട്ടി കണ്ടോ 2-methyl benzaldehyde 2-methyl benzaldehyde 2-ethyl benzaldehyde കേട്ടോ ആണോ അടുത്ത പറഞ്ഞു ശരിയാ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നെക്സ്റ്റ് ചെയ്തത് പറഞ്ഞു സി എത്രയായിരുന്നു C16 എന്തായിരുന്നു അത് അതിനെ ഡാഷ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലേ ഓർമ്മ അപ്പൊ ഇത്രയും ക്വസ്റ്റൻ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയുള്ള ABC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് പോലെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ പെട്ടെന്ന് ഓർമ്മ വരാം ഒരുമിച്ച് ഓർമ്മ വരാം അല്ലാതെ ഒരു ABC പഠിച്ചിട്ടുണ്ട് അങ്ങനെയല്ല കൺവേർഷൻസ് വരുന്ന സമയത്ത് ഏത് ടൈപ്പ് ഉണ്ട് ഇത് നല്ല ക്ലാരിറ്റിയിലേക്ക് വരണം കേട്ടോ ഓക്കെ ഇനി ഗീവ് റീസൺ ഒന്ന് നോക്കിയേക്കാം നമ്മൾ കുറച്ച് നാളായിട്ട് ഗീവ് റീസൺ നമ്മൾ അധികം തൊട്ടിട്ടില്ല ഫസ്റ്റ് ആപ്പിലെ ഗീവ് റീസൺസിലോ എന്ന് പറഞ്ഞേ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി മെയിൻ ആയിട്ട് ഐശ്വര്യ പറഞ്ഞ കറക്റ്റ് ആണ് ഗ്രീൻഹൗസ് റിയേജന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ അൺഹൈഡ്രസ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ എന്തായിരുന്നു പറ ഗ്രീൻഹൗസ് റിയേജന്റ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം കറസ്പോണ്ടിങ് ആൽക്കെയിൻ എന്നിട്ട് ഇക്വേഷൻ ഒക്കെ എഴുതും അല്ലേ R MgX plus H2 is RH plus MgOH X കണ്ടോ അങ്ങനെ ആ ഇക്വേഷൻ എഴുതി then അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു പറഞ്ഞു സാറേ സോളിഡിന് ഉള്ള എഫക്ട് ഏറ്റവും താഴെയാണ് പക്ഷെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന പോലെ സൗണ്ട് സോളിഡ്സിലേക്ക് കൂടി കൂടുതൽ മൂവ് ചെയ്തിട്ട് ഏറിനേക്കാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് നെക്സ്റ്റ് എന്തായിരിക്കും പാരാഡൈക്ലോറോ ബെൻസീൻ ഹയർ മെൽറ്റിംഗ് പോയിന്റ് than that of ortho and meta explain പറഞ്ഞു ആൻസർ symmetry of paradichlorobenzene fit in a crystal lattice better as compared to ortho and okay അല്ലേ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഗീവ് റീസൺ ആണ് ഈ ഗീവ് റീസൺ എവിടെ കിടക്കണമെന്ന് കണ്ടോ നിങ്ങൾക്ക് അതിൽ ഒരെണ്ണം കൂടി ഉണ്ട് എന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിന്റെ താഴെ എന്തായിരുന്നു പറഞ്ഞു ഇതുണ്ടോ നിങ്ങള് ഇത് എന്തുകൊണ്ട് എവിടെ നിന്ന് വന്നു കൂടി നോക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നമ്മള് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് വരുന്ന അല്ലാതെ ഇത് ഗീവ് റീസൺ ആയിട്ട് കിടക്കുന്നത് ഈ ഇത്രയേ ഉള്ളൂ 6.112 ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ രണ്ടെണ്ണം നമ്മളിപ്പോ കഴിഞ്ഞു ഉണ്ടോ ഓർത്തോക്കാം ഒരെണ്ണം കഴിഞ്ഞു അതിൽ രണ്ടെണ്ണം കൂടി ഉണ്ട് ഇനി വരുന്ന ആൽക്കൈൽ ഹാലൈഡ് ദോ പോളാർ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ അടുത്ത ക്വസ്റ്റ്യൻ ആൽക്കൈൽ ഹാലൈഡ് ആർ പോളാർ വിത്ത് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ എന്തെങ്കിലും ഇമ്മിസിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ എഴുതാൻ ആൻസർ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ടറിൽ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ പെട്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇമ്മിസിബിൾ അത് അപ്പുറത്തുള്ളത് ഏത് ജീവിയാണെന്ന് നോക്കണ്ട ഇമ്മിസിബിൾ വിത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ കനോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ വാണ്ടർ വാൾ ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ട് ആ ബോർഡ് ഉപയോഗിക്കണം കേട്ടോ ഓർക്കുക ഹൈഡ്രജൻ ബോണ്ട് മാത്രമായി കളയരുത് ഇന്റർമോളിക്കുലർ hydrogen bond. It cannot form intermolecular hydrogen bond between water molecules, so it becomes immiscible in immiscible. Okay, अब immiscible കാണുമ്പോൾ ആ വേർഡ് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് the dipole moment of chlorobenzene is lower than that of cyclohexyl chloride. എന്തായിരിക്കും the dipole moment of chlorobenzene is lower than that of cyclohexyl chloride. ഒരെണ്ണം ക്ലോറോബെൻസീനും ഒരെണ്ണം എന്താണ് അല്ലെ ബെൻസീൻ ഇല്ലാത്തതാണ് അങ്ങനത്തെ എന്ത് വന്നാലും ഈ റീസണില് ഞാൻ പറഞ്ഞു ആ ടൈപ്പ് കുറെ ഉണ്ടാവും എന്തൊക്കെയായിരിക്കും പറഞ്ഞു ശരിയാ ഒരെണ്ണം ബെൻസീൻ ഉണ്ട് മറ്റേ ബെൻസീൻ ഇല്ല അങ്ങനെ വന്നാൽ രണ്ട് ആൻസർ ഉള്ളൂ അല്ലെ ഓർത്തോക്കെ ബെൻസീനിലേക്ക് പുള്ളി ചെയ്യാൻ കാരണം എന്തായിരിക്കും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് എന്താ sp2 ഹൈബ്രിഡൈസ് കാർബൺ അപ്പൊ ബെൻസീൻ റിംഗ് അല്ലെ OH attached to a benzene ring എന്താണ് that carbon atom sp2 hybridized. First point ഓർക്കുക. Second point resonance stabilization. അതുകൊണ്ടാണ് ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് ബെൻസീൻ റിംഗ് ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. സോ എന്തായിരുന്നു അല്ലേ ക്ലോറോബെൻസീൻ ലോവർ ഡൈപോൾ മൊമെന്റ് ആസ് കമ്പയർഡ് ടു സൈക്ലോഹെക്സൈൽ ക്ലോറൈഡ്. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. Then next അടുത്ത
ഇത്രയാണ്. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തു? 4 ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തു. 4 5 ഏതൊക്കെയാണ് ക്വസ്റ്റൻ? നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 5 ക്യൂറീസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ വിളിച്ചു. ടൈപ്പ് ഓഫ് ക്യൂറീസും കണ്ടമാനം ചോദിക്കാം. ഇപ്പൊ ടൈപ്പ് ഓഫ് ക്യൂറീസ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇതുണ്ടോ ഡൈപോൾ മൊമെന്റ് ചോദിച്ചില്ലേ? അത് ഏതൊക്കെ വെച്ച് വേണമെങ്കിലും എനിക്ക് ചോദിക്കാമല്ലോ. SP2 വരുന്ന എല്ലാത്തിലും എന്ത് ചെയ്യും? ഡൈപോൾ മൊമെന്റ് കുറയും. ഡൈപോൾ മൊമെന്റ് കുറയും. ഇപ്പൊ ക്ലോറോ ഈഥീൻ ആൻഡ് എന്താണ് ക്ലോറോ ഈഥൈൻ വിച്ച് ഈസ് ഹൈർ ഡൈപോൾ മൊമെന്റ് ആൻഡ് ക്ലോറോ ഈഥീൻ ആൻഡ് ക്ലോറോ ഈഥൈൻ വിച്ച് ഈസ് ഹൈർ ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? അപ്പൊ ആ രീതിയിൽ അത് വരാം. അതാണ് കമ്പാരിസൺ. ഒരെണ്ണത്തിന് SP2 ഹൈബ്രിഡൈസേഷൻ വന്നാൽ എന്ത് ചെയ്യും? ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചോദിക്കുള്ളൂ? പ്രൊപ്പൈനോ അങ്ങനെ എന്തൊക്കെ വെച്ച് ചോദിക്കാം. ഇപ്പൊ 5 ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് ക്വസ്റ്റൻ? ഫസ്റ്റ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തു. Should be unfairness condition. പിന്നെന്തായിരുന്നു? Immiscible in order ഉണ്ടായിരുന്നു. അത് മുമ്പ് കറക്റ്റ് ഓർഡറിൽ പറഞ്ഞാൽ എന്തായിരുന്നു? പാരാഡൈക്ലോറോബെൻസീൻ ഹയർ ഡാഷ് മെൽറ്റിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ഇമ്മിസിബിൾ ഇൻ വാട്ടർ അല്ലെ? ഓർത്തോക. പിന്നെ ഒരെണ്ണം ഉണ്ട്. 4 ക്വസ്റ്റൻ ഉണ്ട്. 5 അല്ല 4. ഡൈപോൾ മൊമെന്റ് ഓർത്തോക. ഡൈപോൾ ഇങ്ങനെയെങ്കിലും ഒരു ഓർഡറിലേക്ക് ഇടണം. ഡൈപോൾ മൊമെന്റ് ആർക്കായിരുന്നു കുറവ്? ക്ലോറോ ബെൻസീൻ അല്ലെ? ക്ലോറോ ബെൻസീൻ ഡൈപോൾ മൊമെന്റ് ലോവർ ആണ് ആക്ച്വലി വരുന്നത്. ഉണ്ടോ? അപ്പൊ 4 ക്വസ്റ്റൻ 5 4 ക്വസ്റ്റൻ. അപ്പൊ ഇങ്ങനെ ആ ആദ്യത്തെ ചാപ്റ്റർ നൽകിയ റീസൺ. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു ആക്ച്വലി? ഗീവ് റീസൺ വരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഗീവ് റീസൺ എന്തായിരുന്നു? തേർഡ് ചാപ്റ്റർ എന്തായിരുന്നു? ഫോർത്ത് ചാപ്റ്റർ എന്തായിരുന്നു? അങ്ങനെ പെട്ടെന്ന് നോക്കണം. അപ്പൊ വീട്ടിൽ പോയിട്ട് നിങ്ങൾ സമയമായി പുറത്തു നോക്കുക. വീട്ടിൽ പോയിട്ട് ഇതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് എടുക്കുക. എന്നിട്ട് ഗീവ് റീസൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വൈനെയാണ് നമ്മൾ ഗീവ് റീസൺ എടുക്കുന്നത്. വാട്ട് ഹാപ്പൻ എടുത്തല്ല. വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ രണ്ടമാരുണ്ട്. അത് റിയാക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് മാറ്റിയാലും അതുകൂടി പഠിച്ചാൽ നല്ലതാണ് ആക്ച്വലി വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു? അക്വസ് കെ വെച്ച് ഇടുമ്പോ ആൽക്കീൻ കിട്ടും. ആൽക്കോളിക് വെച്ച് വന്നാൽ ആൽക്കോളിക് വെച്ച് വന്നാൽ എന്ത് വരും? ആൽക്കീൻ കിട്ടും. അക്വസ് കെ വെച്ച് വന്നാൽ ആൽക്കോൾ കിട്ടും. വൈ? ഇതൊരു ടെക്സ്റ്റുള്ള ക്വസ്റ്റനാണ്. ഈ ചാപ്റ്ററാണ്. അക്വസ് കെ വെച്ച് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞേ. അക്വസ് കെ വെച്ച് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൽക്കോളിക് കെ വെച്ച് ബീറ്റ എലിമിനേഷൻ. ആൽക്കോളിക് കെ വെച്ച് ബീറ്റ എലിമിനേഷൻ. ആ ക്വസ്റ്റൻ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടാ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ പോയിട്ട് ആ ടൈപ്പ് ഓഫ് ക്യൂ റീസൺ കേട്ടോ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റൻ 6.20 ആണ്. ഒന്ന് നോട്ട് ചെയ്തത് 6.20 ക്വസ്റ്റൻ വായിച്ചേക്കാം കേട്ടോ. The treatment of alkyl chloride with aqueous KOH leads to the formation of alcohol, but in the presence of alcoholic KOH, alkene are the major product. Explain. കേട്ടോ അങ്ങനെ എക്സ്പ്ലെയിൻ വൈ എന്ന് ചോദിക്കുന്ന ഈ റീസൺ ആണ്. ഇതുണ്ടോ എക്സ്പ്ലെയിൻ വൈ. അങ്ങനെ വരുന്ന ഈ റീസൺസ് സെലക്ട് ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. വാട്ട് ഹാപ്പൻ എന്ന് പറയുമ്പോൾ റിയാക്ഷനും കൂടി വരും. അതുകൂടി പഠിച്ചാൽ നല്ലതാണ് ആക്ച്വലി. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഈ റീസൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഇത് മാറ്റി പഠിച്ചു നോക്കണം എല്ലാ ചാപ്റ്ററിന്റെയും കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഓർത്തോക്കെ ചാപ്റ്റർ വൈസ് ചെയ്ത് ഈ റീസൺസ് എല്ലാ ചാപ്റ്ററിന്റെയും ചെയ്താലും എത്ര 4 ചാപ്റ്റർ അല്ലേ ഉള്ളൂ. മാക്സിമം ഒരു ചാപ്റ്ററിൽ 6 ക്വസ്റ്റൻ ഒക്കെ വരുള്ളൂ. അപ്പൊ എന്താണ് 6x4 24 ക്വസ്റ്റൻസ് പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിലും എന്താ ഈ റീസൺ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ളതെല്ലാം തീരും. അങ്ങനെ മാറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കി വെക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് അതുമില്ല ഇതുമില്ല ഈ ടൈപ്പ് വന്നു അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു ഒരു ചാപ്റ്റർ കിടന്ന് ഓടിക്കളിക്കും കേട്ടോ. ഒന്ന് ക്ലാരിറ്റിയിൽ വരിക. മറക്കാതെ ചെയ്തുകൊണ്ട് തന്നെ എന്തായിരിക്കണം? ചാർട്ട് മറക്കോ കേട്ടോ. ചാർട്ട് ആൻഡ് നെയിം റിയാക്ഷൻസ്. പേരുള്ള റിയാക്ഷൻ നിങ്ങളുടെ ബുക്കിലായാലും എവിടെയായാലും ഒരു സ്ഥലത്ത് എഴുതി വെക്കാം. ഏറ്റവും നല്ലത് ആ പേരെങ്കിലും കറക്റ്റ് ആയിട്ട് ഓർഡർ ഒരു ലൈൻ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഒരു A4 ഷീറ്റിൽ തന്നെ ഒരു ലൈനിലേക്ക് ഇപ്പൊ എന്തായാലും ഞാൻ ഈ റിയാക്ഷന്റെ പേര് എഴുതുക. ആ റിയാക്ഷൻ മാത്രം ഒന്ന് എഴുതി പോയി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. റോസൻമോൺ സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അത് ഒരെണ്ണം എഴുതി പോവാ. അത്രയും ഒന്ന് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം കേട്ടോ. ഓക്കെ.